ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് മുരിങ്ങാക്കായും ചക്കക്കുരുവും കൂടി ഒരു തോരനാണ് വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ അതേ മുരിങ്ങാക്കായ ഉണ്ടായി കിടക്കണേ ഞാൻ കാണിച്ചു തരാവേ. വീട്ടിൽ നട്ട മുരിങ്ങാക്കായ കേട്ടോ. നിറച്ച് പൂവ് ഉണ്ടായിട്ടുണ്ട്, നിറച്ച് കായും ഉണ്ടായിട്ടുണ്ട്. ഒരു 10-15 മുരിങ്ങാക്കായ പറിച്ചെടുത്തായിരുന്നു. നല്ല വലിയ മുരിങ്ങാക്കായ കേട്ടോ. അധികം മൂക്കുന്നതിന് മുമ്പെല്ലാം പറിച്ചെടുക്കുക ചെയ്ത്. അങ്ങനെ മേളിൽ കിടക്കണോണ്ടേ ഇച്ചിരി പാടാണ് എടുക്കാനായിട്ട്. അതിനെ തോട്ടി കൊണ്ടൊക്കെ തോണ്ടി അല്ലെങ്കിൽ മൊത്തം കമ്പ് ഇങ്ങനെ ഒടിഞ്ഞു പോകും. നിറച്ചുണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ കണ്ടോ, ക്യാപ്സിക്കം ഉണ്ടായി കിടക്കണുണ്ടോ. ഞാൻ ക്യാപ്സിക്കൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം, പച്ചമുളക്, തക്കാളി ഉണ്ടായിട്ടില്ല. അതൊരു കുഞ്ഞ് ക്യാപ്സിക്കം ഉണ്ടായിട്ടുണ്ട്. നിറച്ച് തൈയുണ്ട് കേട്ടോ. ഞാനൊരു ക്യാപ്സിക്കം മൂത്തതിൻ്റെ അരി പാകി ഉണ്ടായതാണ്. ഞാൻ നിറച്ച് തൈയൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ മുട്ടിട്ടിട്ടുണ്ട്. പിന്നെ 2-3 എണ്ണത്തിൽ കായും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 2 പൂവൊക്കെ ഇട്ട് നല്ല ഒരുവിധം ഒരെണ്ണം ഒരു വലിയതായിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. ചെറിയ ഒരു കൃഷിയും കൂടി ഉണ്ട് എനിക്ക് സൈഡിൽ കേട്ടോ. അപ്പോൾ ചക്കക്കുരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അധികം മൂക്കാത്ത മുരിങ്ങക്കായ കേട്ടോ. ഞാൻ മൂക്കുന്നതിന് മുമ്പ് പറിച്ചെടുത്തത് നല്ല വലിയ മുരിങ്ങക്കായാണ്. അപ്പോൾ ചക്കക്കുരു ഒരുക്കി എടുത്തിട്ട് വരാം. ചക്കക്കുരു ഒരിക്കൽ ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തേക്കണം കേട്ടോ. അധികം മേളിലത്തെ തൊണ്ട് കളഞ്ഞിട്ട് പിന്നെ മറ്റേ തൊണ്ട് കളയണമെന്നില്ല, എന്നാലും ഞാനത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ മുരിങ്ങക്കായ ഉണ്ടല്ലോ, ഇതുപോലെ നെടുകെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴമ്പ് മാത്രം ഇങ്ങനെ ചീമ്പി എടുക്കും കേട്ടോ. അപ്പോൾ ഈ മുരിങ്ങക്കായ അങ്ങനെ തന്നെയല്ല ഞാൻ ഇട്ടേക്കണം. മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കഴമ്പ് ഈ കത്തി കൊണ്ട് എടുക്കാൻ ഇച്ചിരി പാടാണ്. എന്നിട്ട് അതിനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്തേട്ടോ. അതിൻ്റെ കഴമ്പ് മാത്രം, നല്ല കഴമ്പുള്ള മുരിങ്ങക്കായ കേട്ടോ. അപ്പോൾ ആ തൊണ്ട് മാത്രം കളഞ്ഞിട്ട് ഈ കഴമ്പ് മൊത്തം ഇങ്ങനെ ചീമ്പി എടുക്കാം. ഇച്ചിരി പാടാണ്, കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി പോകുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ മുരിങ്ങക്കായാണ് ഞാൻ എടുത്തേക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഓരോ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ മുഴുവനും ആ കഴമ്പ് മുഴുവനും കൂടെ ചീമ്പെടുക്കാം. അത് കക്ക് മുരിങ്ങക്കായ കേട്ടോ. അധികം മൂത്തിട്ടൊന്നുമില്ല. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കടത്തി ഇങ്ങനെ എടുക്കാം. അങ്ങനെ ഓരോന്നും ഇതുപോലെ നെടുകെ മുറിച്ചിട്ട് ഇതുപോലെ ഞാൻ എടുക്കുക ചെയ്തേട്ടോ. ഇച്ചിരി പാടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കഴമ്പ് ചീമ്പെടുക്കാനായിട്ട് ഇച്ചിരി പാടാണ്. എന്നാലും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനായതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പം എല്ലാം ഇതുപോലെ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കഴമ്പെടുക്കുക ചെയ്തത്. അപ്പോൾ അത് അത്ര കഴമ്പ് എനിക്ക് കിട്ടിയിട്ട് ഒരു മുരിങ്ങാക്കായുടെ കഴമ്പാണ് അത്ര വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചേർക്കണം. അപ്പോൾ അതിന് ഒരു വെളുത്തുള്ളി ഇടിച്ചിട്ടുണ്ട്. പിന്നെ 2-3 ചെറിയ ഉള്ളിയില്ലേ, അതെടുത്ത് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഇനി ഇത് ചതച്ചെടുക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് 2-3 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇത് ചതച്ചെടുക്കാം. വെള്ളം ചേർക്കാണ്ട് ചതച്ചെടുക്കാം. 3 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് പാനടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മുളകൊക്കെ വറുത്തിട്ട് തോരൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അത് പൊട്ടി കഴിഞ്ഞിട്ട് ഞാൻ കടുകാണ് ആദ്യം ഇടുന്നത് കേട്ടോ. പിന്നെ മുളകും മുറിച്ചിട്ടിട്ട് നല്ലോണം കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ ചതച്ച് വച്ചിരിക്കുന്ന തേങ്ങയും കൂടി അതിനകത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഈ വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കഴമ്പുണ്ടല്ലോ മുരിങ്ങക്കായുടെ, അത് രണ്ടും വേറെ വേറെയാണ് ഞാൻ വേവിച്ചേട്ടോ. ആ മുരിങ്ങക്കായുടെ കഴമ്പ് ഇട്ടിട്ട് പിന്നെ ചക്കക്കുരു ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ലേശം ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കണം കേട്ടോ. അത് രണ്ടും കൂടി ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ഒരു ഇച്ചിരി പരിപ്പും കൂടി വേവിച്ചിട്ടുണ്ട്. എന്നാൽ കടിക്കാൻ വേണ്ടി മാത്രം ലേശം അതും കൂടി ഇട്ട് എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് തോരൻ പോലെ ആക്കിയിട്ട് ഇതൊരു ഇത്തിരി ജ്യൂസി ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുഴഞ്ഞിരിക്കുമ്പം വീട്ടിലത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് തോരൻ പോലെ തന്നെ എടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുരിങ്ങക്കായ ചക്കക്കുരു തോരനാട്ടോ. ഇനി ഇത് കറി വയ്ക്കും, ചെമ്മീനൊക്കെ ഇട്ട് കറിയൊക്കെ വയ്ക്കും. ഇത് നമ്മുടെ വീട്ടിലുണ്ടാവണ മുരിങ്ങക്കായ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്ക് ഊണിന് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഒരു ലേശം ഒരു ഇച്ചിരി ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. പിന്നെ ചോറിലേക്ക് കുറച്ച് മാങ്ങാക്കറി ഇട്ടിട്ടുണ്ട്, പിന്നെ തോരൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ഉള്ളി സാമ്പാറാണ് വെച്ചേട്ടോ. ആ ഉള്ളി സാമ്പാറും കൂടി കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ താറാവ് കറി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ ഇട്ട കാരണം ഞാനൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. താറാവ് കറിയുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. കണ്ടിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.